ഹായ്. അങ്ങനെ ഈ ഒരു വർഷം അവസാനിക്കാൻ പോവാണ്. ഡിസംബർ മാസം പകുതിയായി. അപ്പോൾ ഡിസംബർ മാസം 25 ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 17ഓളം സിനിമകൾ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്, മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പം ഏതൊക്കെ സിനിമകളൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഇതുപോലുള്ള തിയേറ്റർ റിലീസുകൾ, അതുപോലെ തന്നെ മികച്ച സിനിമകൾ, മികച്ച ത്രില്ലർ സിനിമകൾ, ഹൊറർ സിനിമകൾ, അതുപോലുള്ള സിനിമാ വാർത്തകൾ, കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ED എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എക്സ്ട്രാ ഡീസന്റ്. ED എക്സ്ട്രാ ഡീസന്റ്. സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂട്, ലിസ്റ്റിൻ സ്റ്റീവനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ആമിർ പാലക്കലാണ് ഈ സിനിമയുടെ സംവിധായകനായിട്ട് വന്നിട്ടുള്ളത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഡിസംബർ മാസം 20 ഈ സിനിമയുടെ റിലീസ് വരുന്നത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. UI എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഉപേന്ദ്ര പ്രധാന വേഷം കൈകാര്യം ചെയ്ത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. കന്നഡ ഭാഷ കൂടാതെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ടാണ് ഈ ഒരു സിനിമ ഡിസംബർ മാസം 20 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളിൽ ആദ്യത്തെ റിലീസ് എന്നുള്ളത് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ മലയാളം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഡിസംബർ മാസം 19 ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഈ ഒരു സിനിമയുടെ റിലീസ് വരുന്നത്. അനുരാഗ് കശ്യപ്, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, ദർശന രാജേന്ദ്രൻ, സുരഭി ലക്ഷ്മി, ഉണ്ണിമായ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രെയിലറൊക്കെ റിലീസ് ചെയ്ത സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉള്ള ട്രെയിലർ ആയിരുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന ഈ സിനിമ എന്നുള്ളത്. അടുത്തത് തമിഴ് എന്നുള്ളൊരു സിനിമയാണ്. സൂരി, വിജയ് സേതുപതി, മഞ്ജു വാര്യർ, ഭവാനി ശ്രീ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന വിടുതലൈ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഡിസംബർ മാസം 20 ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, അൻസൻ പോൾ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത സിനിമയാണ്. രവി ബാസുറാണ് ഈ സിനിമയുടെ മ്യൂസിക്. ടീസർ വന്ന സമയത്ത് ഭയങ്കര, ടീസർ മാത്രമല്ല അതിന്റെ എന്താ പറയാ, പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാൻ ബേസിലേക്കാണ് ഈ സിനിമയുടെ റിലീസ് മുന്നോട്ട് പോകുന്നത്. 20 ഡിസംബർ മാസം 20 ഈ സിനിമയുടെ റിലീസ് വരുന്നത്. റേസർ ടിക്കറ്റ് മൂവി കൂടിയാണ്. മോസ്റ്റ് വയലന്റ് മലയാളം മൂവി എന്നുള്ള പേരിലാണ് ഈ ഒരു സിനിമ വരുന്നത്. കണ്ടറിയാം ബോക്സ് ഓഫീസ് കത്തുമോ എന്നുള്ളത്. അപ്പം ഡിസംബർ മാസം 20 മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ. അടുത്തത് ഒരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ടൊരു തമിഴ് മൂവിയാണ്. മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹരി ഭാസ്കറാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഡിസംബർ മാസം 20 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഗുരു സോമസുന്ദരം, സഞ്ജന നടരാജ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബോട്ടിൽ രാധ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമയിൽ ഡിസംബർ മാസം 20 റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാക്കി എടുക്കുന്ന ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് എക്സ്ട്രീം എന്ന് പറഞ്ഞ സിനിമ. രജിത മഹാലക്ഷ്മി, അഭി നക്ഷത്ര എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തമിഴ് സിനിമയാണ്. ഡിസംബർ മാസം 20 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. നാനാ പടേക്കർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വാൻവാസ് എന്ന് പറഞ്ഞ സിനിമ. വൻവാസ് ഈ സിനിമ ഡിസംബർ മാസം 20 റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഹിമേഷ് രശ്മിയെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. ബഡാസ് രവികുമാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രഭുദേവ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡിസംബർ മാസം 20 ഒരു ഹിന്ദി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദ റാബിറ്റ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഒരു സിനിമ ഡിസംബർ മാസം 20 ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. ഗുണനിധി, ചെമ്പൻ വിനോദ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അലങ്ങു എന്ന് പറഞ്ഞ സിനിമ. ഡിസംബർ മാസം 27 ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒരു അഡ്വഞ്ചർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് സിനിമ കൂടിയുണ്ട്. ഗഞ്ചാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഗജാന വേദിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ്. 27 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്
ഔട്ട് ഹൗസ് എന്നാണ് സിനിമയുടെ പേരിടുന്നത്. ഔട്ട് ഹൗസ്. ഈ സിനിമ ഡിസംബർ മാസം 20-നാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. മഴയിൽ നിനഗിറൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഡിസംബർ മാസം 27-നാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ആൻസൺ പോൾ, റബ, മോണിക്ക ജോൺ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബേബി ജോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ പിന്നെ വിജയുടെ തെറി എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ് ഈ സിനിമ. വരുൺ ധവാൻ, കീർത്തി സുരേഷ്, വാമിക ബി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഡിസംബർ മാസം 25-ാം ക്രിസ്മസിന് അന്ന് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. പിന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വേറൊരു സിനിമ കൂടി റിലീസ് ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ബാറോസ് 3D എന്ന സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാമിലി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബാറോസ് 3D എന്ന സിനിമ. ഡിസംബർ മാസം 25-ാം ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. 3D ആയിരിക്കും. എല്ലാ തിയേറ്ററിലും 3D ആയിരിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും സിനിമ ഫസ്റ്റ് ഡേ കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ, ഏകദേശം 17ഓളം സിനിമകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വേറെയും സിനിമകൾ വന്നേക്കാം. ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇത്രയും സിനിമകളുടെയാണ്. വേറെയും, അതായത് ഈ കൊച്ചു കൊച്ചു സിനിമകൾ വേറെയും കുറേ സിനിമകളുണ്ട്. പിന്നെ അതും വേറെ സിനിമകൾ റിലീസ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയാണ് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ ചിലപ്പോൾ ചില ചെറിയ ചെറിയ സിനിമകളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടോ മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന തയ്യാറെടുക്കുന്ന സിനിമകൾ എന്നുള്ളത്. ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ ഫസ്റ്റ് ഷോ കാണാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏതൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.